തിരുവനന്തപുരം നെടുമങ്ങാട് മാർക്കറ്റിലെ കൊലപാതകത്തിലെ മുഖ്യപ്രതി പിടിയിൽ. നസീർ എന്നയാളെയാണ് പിടികൂടിയത്. ബാറിൽ വെച്ചുണ്ടായ തർക്കത്തിന് പിന്നാലെ മുഹമ്മദ് ഹാഷിറിനെ കുത്തി കൊലപ്പെടുത്തിയ കേസിലാണ് ഇപ്പോൾ നടപടി. ഷഫീദ് റാവുത്തർ വിവരങ്ങൾ നൽകും. തിരുവനന്തപുരത്ത് ഷഫീദ്, എന്തൊക്കെയാണ് വിവരങ്ങൾ? ഇയാളെ എവിടെ നിന്നാണ് പിടികൂടിയത്? കൂടുതൽ വിവരങ്ങൾ ലഭ്യമായിട്ടുണ്ടോ? വിജയകുമാർ, ഇന്നലെ രാത്രി 8 മണിയോടുകൂടിയാണ് തിരുവനന്തപുരം നെടുമങ്ങാട് മാർക്കറ്റിനുള്ളിൽ വെച്ച് ഈ കൊലപാതകം നടക്കുന്നത്. അഴീക്കോട് സ്വദേശി മുഹമ്മദ് ഹാഷിറിനെയായിരുന്നു അഴീക്കോട് സ്വദേശിയും സുഹൃത്തുമായിട്ടുള്ള നിസാർ എന്നയാൾ കുത്തിക്കൊലപ്പെടുത്തുന്നത്. നസീർ എന്നയാൾ കുത്തിക്കൊലപ്പെടുന്നത്. ശേഷം ഇയാൾ ഒളിവിൽ പോവുകയായിരുന്നു. ഇപ്പോൾ നമ്മൾ കാട്ടുന്ന ദൃശ്യം എന്ന് പറയുന്നത് അതൊരു CCTV ദൃശ്യമാണ്. അതായത് ഇന്നലെ രാത്രി 7 മണിയോടുകൂടി ഈ കൊല്ലപ്പെട്ട ഹാഷിറും അതേപോലെ തന്നെ കൊലപ്പെടുത്തിയ നസീറും കൂടി നെടുമങ്ങാട് ജംഗ്ഷനിലുള്ള ഒരു ബാറിലെത്തുകയും മദ്യപിക്കുകയും തുടർന്ന് ഒരു സംഘർഷം ഉണ്ടാവുകയും ചെയ്തു. ആ സംഘർഷത്തിന്റെ ദൃശ്യങ്ങളാണ് ഇപ്പോൾ നമുക്ക് സ്ക്രീനിൽ കാണാൻ കഴിയുന്നത്. അതിനുശേഷം ഇവർ മാർക്കറ്റിന്റെ ഭാഗത്തേക്ക് പോവുകയും അവിടെ വെച്ച് കുറച്ചുകൂടി വൈകാരികമായ ചില സംഭാഷണങ്ങൾ അടക്കം ഉണ്ടാവുകയും പിന്നീട് കുത്തിക്കൊലപ്പെടുത്തുകയുമായിരുന്നു എന്നുള്ളതാണ് പോലീസിന് ഇപ്പോൾ ലഭിച്ചിരിക്കുന്ന മൊഴി. ഈ സംഭവത്തിന് ശേഷം ആര്യനാട് ഭാഗത്തേക്ക് ഒളിവിൽ പോയിരുന്ന നസീറിനെ പോലീസിന് കിട്ടിയ വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ പോലീസ് പോയി കസ്റ്റഡിയിലെടുക്കുകയായിരുന്നു. നസീറിന്റെ ഒരു സുഹൃത്തിനെയും പോലീസ് ഇന്ന് രാവിലെ കസ്റ്റഡിയിലെടുത്തിരുന്നു. അതായത് ഏതെങ്കിലും തരത്തിൽ ഈ സുഹൃത്ത് നസീറിനെ കൊലപാതകത്തിൽ സഹായിച്ചിട്ടുണ്ടോ എന്നുള്ള കാര്യം പോലീസ് പരിശോധിച്ചു വരികയാണ്. കസ്റ്റഡിയിലെടുത്ത നസീറിന്റെ സുഹൃത്ത് സ്റ്റേഷൻ റോഡ് ലിസ്റ്റിൽപ്പെട്ടയാളാണ്. ഇയാളെക്കുറിച്ചും പോലീസ് അന്വേഷിച്ചു വരുന്നു. 1 മാസം മുൻപ് ഈ കൊല്ലപ്പെട്ട മുഹമ്മദ് ഹാഷിറും അതേപോലെ നസീറും തമ്മിൽ മറ്റൊരു വിഷയത്തിൽ എന്തോ തർക്കമുണ്ടാവുകയും അത് വലിയ പ്രശ്നമായി പിന്നീട് മാറുകയും ചെയ്തിരുന്നു. ഇതിനെ ചൊല്ലിയും ഇന്നലെ ചില സംസാരങ്ങൾ ഉണ്ടായതായി പോലീസിന് വിവരം ലഭിച്ചിട്ടുണ്ട്. എന്തായാലും നസീറിനെ പോലീസ് സ്റ്റേഷനിൽ എത്തിച്ച് വിശദമായി ചോദ്യം ചെയ്തു വരികയാണ്. വിജയകുമാർ, യെസ്, നമ്മൾ ഈ ദൃശ്യങ്ങളിൽ കാണുന്നത് ഇന്നലെ ഉണ്ടായ അവിടെ ഉണ്ടായ ബാറിലുണ്ടായ തർക്കത്തിൻ്റെതാണ്. അതിന് പിന്നാലെയാണ് ഈ കൊലപാതകം നടക്കുകയും കുത്തിവീഴ്ത്തുകയും ഒക്കെ ചെയ്യുന്നത്. അതിലെ പ്രതിയാണ് ഇപ്പോൾ പിടികൂടിയിരിക്കുന്നത്. ഷഫീദ് റാവുത്തറാണ് വിവരങ്ങൾ നൽകിയത് തിരുവനന്തപുരത്ത്.